വാർത്തയിലേക്ക് വിശദമായി. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജ മദ്യ ദുരന്തമെന്ന സംശയം. 10 പേർ മരിച്ചു, 35 പേർ ആശുപത്രിയിലാണ്. കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു. ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി. പോലീസ് സൂപ്രണ്ടിന് സസ്പെൻഷനും ഉണ്ട്. വിവരങ്ങളുമായി രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാജേഷ്, ദുഃഖകരമായ സംഭവമാണ്. 10 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇവിടെ 10 പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ കളക്ടർക്ക് മോശം സൂപ്രണ്ട് ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് 4 അമച്ചർ മിനിസ്റ്റർമാരൊക്കെ ഇവിടെ എത്തിയിരിക്കണത്. 2 ആള് ഇന്ന് കൂടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ റിപ്പോർട്ടില് ഹോസ്പിറ്റലില്. ഹലോ, വ്യാജമദ്യ ദുരന്തം എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? പറഞ്ഞു. ഇവിടെ 10 കൂടി രാജ്യമദ്യം കൂടിയിട്ട് പ്രശ്നം ഇവിടെ. ഈ ആശുപത്രിയിൽ ഉള്ളവരുടെ നില സംബന്ധിച്ച് എന്താണ് മനസ്സിലാവുന്നത്? 35 ആളുണ്ട് ഹോസ്പിറ്റലില്. മരിച്ചത് 10 പേര് കൂടിയുണ്ട് ഇപ്പോ. ഈ ആശുപത്രിയിൽ ഉള്ളവരുടെ നില എങ്ങനെയാണ്? ICUലാണ് എല്ലാവരും. എന്താ അറിയില്ല, പറയാൻ പറ്റില്ല. ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു കുറച്ചായിട്ട്. ഒരു മണിക്കൂർ നമ്മൾ റിപ്പോർട്ട് ചെയ്തരാം, റിട്ടേൺ ചെയ്തരാം. ഈ എല്ലാവരും ഈ കള്ളക്കുറിച്ചി മേഖലയിൽ പെട്ടവർ തന്നെയാണോ? കള്ളക്കുറിച്ചി ആളാണ്. ഇപ്പോ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി ഇത് മാറുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. BJP അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നു. സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമലയാണ് സംഭവം ഞെട്ടിക്കുന്നതാണെന്നും എക്സൈസ് മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരും നടപടികൾ കടുപ്പിക്കുകയാണ്. കളക്ടറെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉൾപ്പെടെ എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടോ ഇതിൽ? ഇതിലുണ്ട് മാഡം. ഇവിടെ നിന്ന് കളക്ടറെ മാറ്റിയത് കാരണം കൂടിയേക്കണം ഇപ്പോ. ഓക്കെ, വളരെ നന്ദി രാജേഷ് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും മരണസംഖ്യ ഉയരുമെന്ന സംശയമുണ്ട്. 35 പേർ ആശുപത്രിയിലാണ്, അവർ ICUവിലാണ് എന്നതാണ് വിവരം. വളരെ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ ഈ മദ്യം മേടിച്ചു കഴിച്ചു. അവർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഛർദിയും വയറിളക്കവും മറ്റ് അസ്വസ്ഥതകളും കാഴ്ച പോകുന്നതുമായിട്ടുള്ള സിംറ്റംസോടെയാണ് പലരെയും പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചത്. അതിൽ 10 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 35 പേർ സമാനമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് ആശുപത്രിയിലാണ്. അതിൽ പലരും ICUവിലാണ്. പലരുടെ നില ഗുരുതരം എന്ന വിവരം കൂടി വരുന്നുണ്ട്. തലകറക്കം, വയറുവേദന, ഛർദി, മനം വിരട്ടൽ, കണ്ണിനുണ്ടായ അസ്വസ്ഥത തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. എന്തായാലും വ്യാജമദ്യമാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും യഥാർത്ഥ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് വിവരം ലഭിക്കുക. ഒരു കൂട്ടം കൂലിപ്പണിക്കാരായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ മദ്യം കഴിച്ചവരാണ് അസ്വസ്ഥത അനുഭവപ്പെട്ട് ആശുപത്രിയിൽ. അതിൽ ഒരു കുടുംബത്തിലെ തന്നെ 2-3 പേരുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രായമായവരുണ്ട്. പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ് ഇവർ പ്രകടിപ്പിച്ചത്. അങ്ങനെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിൽ 10 പേരാണ് ഇതിനോടകം മരിച്ചിരിക്കുന്നത്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 35 പേർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മരണസംഖ്യ ഉയരുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയ വിവാദമായി തന്നെ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. BJP ശക്തമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമല ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അപർണ കുറുപ്പ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. അപർണ, ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഈ വ്യാജ മദ്യ ദുരന്തത്തിന് മരണമടഞ്ഞിരിക്കുന്നത് എന്ന വിവരം വരുന്നു. 10 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാക്കി എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? രേണുക, മരണസംഖ്യ ഉയരുമെന്നുള്ള സംശയമാണ് ഇപ്പോൾ
പുറത്ത് വരുന്നത്. 40-ലേറെ പേർ ആശുപത്രിയിലാണെന്ന് വരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 10-ലേറെ പേർ മരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്. ഇത് ഒരു അല്പം സമയം മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കരുണാപുരത്ത് നിന്ന് ഇവർ മദ്യം കഴിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ 40ഓളം പേർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, പ്രവേശിപ്പിച്ചിരിക്കുന്നത് കള്ളക്കുറിശി മെഡിക്കൽ കോളേജ്, ഒപ്പം പുതുശ്ശേരി ജിപ്മർ എന്നീ ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പലരുടെ ഈ പ്രവേശിപ്പിച്ചിരിക്കുന്ന 40 പേരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. തമിഴ്നാട് ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഈ ഒരു വിഷയം വന്നപ്പോൾ ജില്ലാ ഭരണകൂടം ഏത് തരത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അതായത് വ്യാജമദ്യ ദുരന്തമാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല. ആ തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വിശദീകരണം, മരിച്ചവരിൽ ഒരാൾ മദ്യപിക്കുന്ന ആളല്ല, മറ്റ് 2 പേർ വയറിളക്കത്തെ തുടർന്ന് മരിച്ചു എന്നുമാണ് ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രാവൺകുമാർ ഷെഖാവത്ത് അറിയിച്ചത്. അതേസമയം കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു. ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ട് തന്നെ ആ നടപടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച, ഇങ്ങനെ ഒരു മദ്യ ദുരന്തം ഉണ്ടായതിനു ശേഷം നടപടികളിലേക്ക് കടന്നില്ല ജില്ലാ ഭരണകൂടം എന്നുള്ളൊരു വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു. ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഒപ്പം പോലീസ് സൂപ്രണ്ടിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി. പോലീസ് സൂപ്രണ്ടായിട്ടുള്ള സമയ് സിംഗ് മീണയാണ് സസ്പെൻഡ് ചെയ്യാനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ നേരിട്ടാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് CBCID അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട മന്ത്രിസഭാ അംഗങ്ങളടക്കം ജനപ്രതിനിധികളടക്കം ഇപ്പോൾ കള്ളക്കുറിശിയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ നേരിട്ട് ഇവരുടെ ഈ ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കളെ കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു സംഖ്യയിലേക്ക്, മരണസംഖ്യയിലേക്ക് ഇത് കടക്കുമെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വ്യാജമദ്യം വിറ്റു എന്ന് പറയുന്ന ഗോവിന്ദരാജ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 200ഓളം ലിറ്റർ മദ്യമാണ് കണ്ടെടുത്തത്. മെഥനോളിന്റെ അംശം ഈ മദ്യത്തിൽ ഉണ്ട് എന്ന് പോലീസിന്റെ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രതിപക്ഷവും വിമർശനമായി ഉന്നയിക്കുന്നു. സർക്കാർ വ്യാജമദ്യം സംസ്ഥാനത്ത് ഒഴുകുന്നത് തടയുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെ ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഉറപ്പാണ് വരും മണിക്കൂറുകളിൽ കൂടുതൽ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ കടക്കുന്ന സാഹചര്യത്തിൽ ഉറ്റുനോക്കുന്ന, വളരെ ആശങ്കയോടുകൂടി നമ്മൾ നോക്കുന്നത് ആശുപത്രികളിലേക്കാണ്. കാരണം മരണസംഖ്യ ഉയരുമെന്നും ഇപ്പോൾ ഉള്ള മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയാണുള്ളത്. രേണുക, തീർച്ചയായും കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ മനുഷ്യനാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിന് ഇരയായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വ്യാജമദ്യം കഴിച്ച പലരെയും അസ്വസ്ഥതകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഇവർ മദ്യം കഴിച്ചത്. അതിനുശേഷം പല സമയത്തായി പല അസ്വസ്ഥതകളോടുകൂടിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 35 പേർ ഇതിനോടകം പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായി ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തലകറക്കവും ഛർദിയും മറ്റുമൊക്കെയായാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യാജമദ്യ ദുരന്തം തന്നെയാണോ ഇത് എന്ന കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത്തരം പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. പക്ഷേ ഇതിനോടകം വ്യാജമദ്യ ദുരന്തം എന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികളിലേക്കാണ് സർക്കാർ ഉൾപ്പെടെ നീങ്ങിയിരിക്കുന്നത്. ചില നടപടികളിലേക്കും സർക്കാർ നീങ്ങിയിട്ടുണ്ട്. കളക്ടറെ സ്ഥലം മാറ്റിയിരിക്കുന്നു, ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. സ്ഥലം SP-യെയും പോലീസ് ലഹരി വിരുദ്ധ വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, അന്വേഷണം ഈ സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. CBCIDക്ക് സർക്കാർ അന്വേഷണം കൈമാറാനുള്ള ഉത്തരവും സംസ്ഥാന സർക്കാർ ഇട്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു. 10 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഉയരും എന്ന ആശങ്ക നിലനിൽക്കുന്നു. അതേസമയം പ്രതിപക്ഷം ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു. അണ്ണാമലൈ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത്. വ്യാജമദ്യം ഒഴുകുന്നു. എക്സൈസ് മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന ആവശ്യമാണ് അണ്ണാമലൈ BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചത്.
അപർണ കുറുപ്പ് തുടരുന്നുണ്ട്. അപർണ, കള്ളാക്കുറിച്ചി മേഖലയിൽ തന്നെ ഉള്ളവരാണ് ഇവരെന്നാണ് നമ്മളോട് നേരത്തെ രാജേഷ് പറഞ്ഞത്. വളരെ സാധാരണക്കാരായ മനുഷ്യരൊക്കെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. എന്തെങ്കിലും സഹായധനം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിനൊക്കെ ആവശ്യമായ നടപടികൾ അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും രേണു, എം കെ സ്റ്റാലിൻ നേരിട്ട് തന്നെ ഈ ഇരകളായവരുടെ കുടുംബാംഗങ്ങളെ നാളെ സന്ദർശിക്കുമെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി ഇപ്പോൾ തന്നെ കള്ളക്കുറിശ്ശിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കള്ളക്കുറിശ്ശിയിൽ എത്തും. മറ്റ് ജനപ്രതിനിധികളുമുണ്ട്. ചികിത്സ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഉള്ള ആശങ്ക പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് വ്യാജമദ്യ ദുരന്തമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ നിന്നിരുന്നു. അത് പ്രധാനമായിട്ടും ജില്ലാ ഭരണകൂടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പ്രസ്താവനകൾ കൊണ്ടാണ്. മരണകാരണം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു ജില്ലാ കളക്ടർ ശ്രാവൺ കുമാർ അറിയിച്ചത്. കാരണം ഇതിൽ വ്യാജമദ്യം കഴിച്ചതിന് ശേഷം വീട്ടിൽ വെച്ചാണ് 3 പേർ മരിക്കുന്നത്. അതിൽ ഒരാൾക്ക് വയറുവേദന ഉണ്ടാകുന്നു, മറ്റൊരാൾക്ക് അപസ്മാരമുണ്ടാകുന്നു, പിന്നെ ഒരാൾ പ്രായാധിക്യമുള്ള ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ പരിശോധിച്ച ശേഷമേ അറിയാൻ കഴിയുള്ളൂ എന്നൊരു പ്രസ്താവനയിലേക്ക് ജില്ലാ ഭരണകൂടം പോയി. എന്നാൽ അതല്ല, വ്യാജമദ്യം തന്നെയാണ് കാരണം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ച് കളക്ടറെ സ്ഥലം മാറ്റാനും ഒപ്പം പോലീസ് സൂപ്രണ്ടിന് സസ്പെൻഷൻ നൽകിയുള്ള നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, CBCID അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ വ്യാജമദ്യം ഒഴുക്കുന്ന ഒരു മാഫിയ ശക്തമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായിരുന്നു. ആ വിഷയം കൂടി കൃത്യമായി അന്വേഷിക്കുന്നതായിരിക്കും ഈ വിഷയം. കുറ്റക്കാരാരായാലും യാതൊരു തരത്തിലും രക്ഷപ്പെടുകയില്ല, ശിക്ഷാ നടപടികളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് മന്ത്രിമാരും ജനപ്രതിനിധികളും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് സഹായധനം പ്രഖ്യാപിക്കുക എന്നറിയില്ല. പക്ഷേ എം കെ സ്റ്റാലിൻ ഏതായാലും വരും മണിക്കൂറുകളിൽ മിക്കവാറും നാളെ തന്നെ സംഭവ സ്ഥലത്ത് എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ഈ ഇരകളുടെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സഹായധനം പ്രഖ്യാപിക്കുക. രേണുക, അപർണ കുറുപ്പാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും 10 മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്, വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളോടെ ചികിത്സയിലുണ്ട്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഇടവേള